തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയും തങ്ങളുടെ സ്കൂളിലെ ഏറ്റവും മിടുക്കനുമായ ഒരു വ്യക്തിക്ക് യാത്ര പറയുമ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ സ്വാഭാവികമായി കരയും. അങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത്രമേൽ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അർജിത് സൂരജിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും പൊതുദർശനത്തെക്കുറിച്ചും തന്നെയാണ്. കൊല്ലം വേണാട് സ്വദേശി സൂരജിൻ്റെ മകൻ അർജിത് സൂരജിൻ്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2-ന് കൊല്ലം കിളിക്കൊല്ലൂരിലെ പൊതുശ്മശാനത്തിൽ നടക്കും. ഇന്നലെ രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ അർജിത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിരുന്നു. തുടർന്ന് അർജിത് പഠിച്ചിരുന്ന കൈപ്പുഴ സെയിൻറ്റ് മാർഗരറ്റ് LP സ്കൂളിൽ പൊതുദർശനം നടത്തുകയും ചെയ്തു. ഇവിടുത്തെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർജിത്. അർജിത്തിൻ്റെ മൃതദേഹം കണ്ട് സഹിക്കവയ്യാനാകാതെ പൊതുദർശനത്തിയപ്പോൾ വിങ്ങിക്കരയുന്ന LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന് ആര് മറുപടി നൽകും? ആർക്കും ഒന്നും പറയാനാകുന്നില്ല. അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. ക്ലാസ്സിലെ മിടുക്കനായിരുന്നു. അധ്യാപകരുടെ കണ്ണിൽ നിന്ന് പോലും പൊഴിഞ്ഞ കണ്ണുനീർ അതിന് സാക്ഷ്യം പറയും. ആ ചെറിയ പ്രായത്തിലെ അവൻ ഇങ്ങനെ യാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതാണ് ഒരു യഥാർത്ഥ സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തവണയല്ല, 2 തവണയല്ല, മറിച്ച് എല്ലാവരും ഈ വാർത്ത കേട്ട് ഞെട്ടുകയാണ്. അടുത്ത് അറിയുന്നവർ മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് രാവിലെ 7:30 മൃതദേഹം പിതാവിൻ്റെ കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നു. ഇതേസമയം അപകടത്തിൽ പരിക്കേറ്റിരുന്ന സൂരജ്, ഭാര്യ രാഖി എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഇരുവർക്കും വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ട്. സൂരജിൻ്റെ വാരിയല്ല പൊട്ടി, കരൾ ഭാഗത്ത് ക്ഷതമേറ്റിട്ടുണ്ട്. എന്നാൽ ആരോഗ്യനിലയിലെ നേരിയ പുരോഗതിയുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ഇരുവരെയും ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. സുരേഷ് അമ്പിളി ദമ്പതികളുടെ മകൻ ഗോകുൽ S. കുമാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. മോനിപ്പള്ളി ആച്ചിക്കല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നീണ്ടൂർ കുറുപ്പുംപറമ്പിൽ KK സുരേഷ് കുമാറും ഭാര്യ അമ്പിളി എന്നിവരുടെ സംസ്കാരം ഇന്നലെ വീട്ടുവളപ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പൊതുദർശനത്തിന് അവിടെ എത്തിയതും വൻ ജനാവലി തന്നെയായിരുന്നു. താങ്ങാനാവാതെയാണ് അവിടെയും വിഷമമുള്ളത്. മോനിപ്പള്ളി വാഹനാപകടത്തിൽ മരിച്ച നീണ്ടൂർ കുറുപ്പുംപറമ്പിൽ സുരേഷിൻ്റെ ഭാര്യ അമ്പിളി എന്നിവരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൾ ഗൗരി ആശ്വസിപ്പിക്കുന്നതും കൂട്ടുകാരി വീണ എത്തുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതെല്ലാം തന്നെ ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചൊരു വാർത്തയായി മാറുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ കുട്ടിയുടെ മരണം കൂടി. കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേസമയം മാതാപിതാക്കളുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഗോകുലിനെ എത്തിച്ചില്ല. മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ച് തിങ്കളാഴ്ച രാവിലെ 11-ന് മോനിപ്പള്ളി ആച്ചിക്കല്ലിൽ ലിറ്റിൽ ഫ്ലവർ വിദ്യാനികേതൻ സ്കൂളിന് സമീപം MC റോഡിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തിരുവൈരാണിക്കുളം ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അയൽവാസികളായ 2 കുടുംബങ്ങളിലെ 6 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ 3 പേർ മരിക്കുകയും ചെയ്തു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.